ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ വള എന്ന ചിത്രം പ്രേക്ഷകരുടെ മാത്രമല്ല നിരൂപകരുടെയും മുക്തകണ്ഠമായിട്ടുള്ള പ്രശംസ നേടിക്കൊണ്ട് ഇന്ന് കേരളമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഫാസ്റ്റ് ഫില്ലിങ്ങും ഹൗസ്ഫുൾ ഷോകളുമായിട്ട് മുന്നേറുകയാണ്. കഠിന കടോരമി അണ്ടകടാഹം എന്ന ചിത്രത്തിന് ശേഷം മുഹാസിൻ സംവിധാനം ചെയ്ത ചിത്രം, ഹർഷദ് തിരക്കഥ ഒരുക്കിയ ചിത്രം, ഗോവിന്ദ് വസന്ത സംഗീത സംവിധാനം ചെയ്ത ചിത്രം, നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും ശീതളും രവീണ രവിയും ഗോവിന്ദ് വസന്തയും ഒക്കെ അഭിനയിച്ച ചിത്രം. എല്ലാവരുടെ അഭിനയത്തിനും എല്ലാ സൈഡിൽ നിന്നും, ടെക്നിക്കൽ ക്രൂസിനും സംവിധാനത്തിനും ഒക്കെ എല്ലാം, മ്യൂസിക് ഡയറക്ഷനും ഒക്കെ തന്നെ എല്ലാ സൈഡിൽ നിന്നും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മീഡിയയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ മുഹാസിൻ സംവിധായകൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു. ഹായ്, ആദ്യമായിട്ടാണ് ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുന്നത്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു, കഠിന കടോരമി അണ്ടകട എന്ന് പറഞ്ഞിട്ട്. അത് സത്യത്തിൽ തിയേറ്ററിൽ അത്ര വർക്കായിരുന്നില്ല പടം. പക്ഷേ OTT ഇറങ്ങിയ സമയത്ത് വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും നല്ല റിപ്പോർട്ട് കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ടെൻഷനും ഒരു സങ്കടവും വേദനയും ഒക്കെ ഭയങ്കര ഭീകരമായിരുന്നു. കാരണം നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചെയ്യാന്ന് പറയുന്നത് ഒരു പക്ഷേ സാധിച്ചോളണമെന്നില്ല. എന്നിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുന്നു, നമ്മളതിന് എഫേർട്ട് എടുക്കുന്നു, നമ്മൾ സിനിമ ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹവും ഒക്കെയാണ് സിനിമ ചെയ്യുക എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതിൻ്റെ റിസൾട്ട്, ചില ഡയറക്ടേഴ്സ് റിസൾട്ടിൽ ബോധേടാവാറില്ല. പക്ഷേ എന്നിരുന്നാലും റിസൾട്ട് ഉണ്ടാകുമ്പോൾ, നമുക്ക് അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ, നമ്മളെ ആൾക്കാർ അംഗീകരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വളരാനും മുന്നോട്ട് പോകാനും ഒക്കെ അത് ഭയങ്കരമായിട്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. രണ്ടാമതൊരു പടമായിട്ട് വരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് തിയേറ്ററിൽ അതെങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന രീതിയിൽ എങ്ങനെ അത് മേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതായിരുന്നു. അത് തന്നെയായിരുന്നു ഞാനും ഗോവിന്ദും അല്ലെങ്കിൽ ലുക്കും ധ്യാനും എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തതും. അങ്ങനെ ഒരു പാറ്റേണിലേക്ക് സിനിമനെ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതും ഒക്കെ ഇപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ, നല്ല റിവ്യൂസ് വരുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ അടുത്ത സിനിമ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടെ തിയേറ്ററിലേക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള സാധനം ഇനിയും അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്നൊക്കെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുഹാസിൻ, ഈ ഒരു ചിത്രം ആദ്യം പ്ലാൻ ചെയ്തിരുന്നപ്പോൾ ഞാനും ലുക്മാനും തന്നെയായിരുന്നോ മനസ്സിൽ? ഇല്ല, ലുക്കും ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ഡിസ്കഷൻസിന് ശേഷമാണ് ധ്യാനിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാനിൻ്റെ ഫേസസ് നമ്മൾ എപ്പോൾ കാണുമ്പോഴും ധ്യാൻ എപ്പോഴും ഒരു ക്യൂട്ട് ഫേസ് ഉണ്ട്, നമ്മളെയൊക്കെ കയ്യിലെടുക്കാവുന്ന ഒരു ധ്യാനുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അയാളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂക്കഡ് ഫേസും ഉണ്ട്. ആ ഫേസ് ആയിരുന്നു എനിക്ക് സത്യത്തിൽ വേണ്ടിയില്ല. അതാ ധ്യാനിലേക്ക് എത്താനുണ്ടായിട്ടുള്ള റീസൺ. കഠിന കടോരമി അണ്ടകടത്തിന് ശേഷം വീണ്ടും ഗോവിന്ദ് വസന്ത, അപ്പം ഇദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പടത്തില്. എന്താണ് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ഒരു പ്രചോദനം? ആക്ച്വലി ഗോവിന്ദാണ് എൻ്റെ സോൾമേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഡയറക്ടർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എഡിറ്റർ ഒരു വലിയ ഫാക്ടറാണ്, മ്യൂസിക് ഡയറക്ടർ ഒരു വലിയ ഫാക്ടറാണ്, ആൻഡ് ക്യാമറമാൻ. ഡയറക്ടറുടെ കണ്ണാണ് യഥാർത്ഥത്തിൽ ക്യാമറമാൻ. സെക്കൻഡ് ഡയറക്ടർ ഓഫ് ഫിലിമാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രകാരം എഡിറ്റർ. പിന്നെ വരുന്നത് മ്യൂസിക് എപ്പോഴും ലൈഫ് കൊടുക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിക്ക്, അല്ലെങ്കിൽ നമ്മൾ മോൾഡ് ചെയ്യുന്ന ഒരു രൂപത്തിന് ലൈഫാണ് യഥാർത്ഥത്തിൽ മ്യൂസിക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ കഠിന കടോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞ പടം യഥാർത്ഥത്തിൽ ഗോവിന്ദ് ജീവൻ കൊടുത്തിട്ടുള്ള സിനിമയാണ്. ഗോവിന്ദിൻ്റെ ജീവൻ അതിൽ കൃത്യമായിട്ട് നമുക്ക് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അത്രമാത്രം ഇൻറ്റൻറ്റോട് കൂടിയിട്ടാണ് ഗോവിന്ദ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്ന സമയത്തും എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല ഗോവിന്ദ്. കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും
ഗോവിന്ദ് ചിന്തിക്കുന്നതും ഒരേപോലെ ആയി വരാറുണ്ട് പലപ്പോഴും എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി അങ്ങനെയാണ് വർക്കൗട്ട് ആയിട്ടുള്ളത്. ഗോവിന്ദിനെ അഭിനയിപ്പിക്കണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാമിയോ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസിലാണ് ആ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അതിന് ആര് വേണം? നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഗെറ്റപ്പുള്ളൊരു മനുഷ്യനായിരിക്കണം, പക്ഷെ സ്റ്റാർഡം ഉണ്ടാവാൻ പാടില്ല. സ്റ്റാർഡം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുറച്ചും കൂടെ സംഗതികൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ അല്ലാത്ത ഒരാൾ എന്നാൽ ഫ്രെയിമിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടാവണമെന്ന് തോന്നിയ സമയത്താണ് ഗോവിന്ദിലേക്ക് പതുക്കെ ഡൈവേർട്ടായിട്ട് ചർച്ച വന്നതും ഗോവിന്ദിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഗോവിന്ദിനെ കണക്ട് ചെയ്യുമ്പോൾ സ്വതവേ മടിയനായിട്ടുള്ള മനുഷ്യൻ എന്താണോ പറയാനുള്ളത്, ഇല്ല ഇല്ല ഇല്ല, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അഭിനയിക്കാൻ, പക്ഷെ മടിയാണ്, വരില്ല, അയാളുടെ പണി അതല്ല എന്നാണ് അയാൾ പറയാറുള്ളത്. പിന്നെ എനിക്കുള്ള സംഗതി എന്താ വെച്ചാൽ ആ ക്യാരക്ടറിനെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഭയങ്കര പീക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ്, ഗോവിന്ദും പീക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ്. തോമസ് ഷെൽബിയുടെ അയാളുടെയും എൻ്റെയൊക്കെ ഒരു മോഡ്. അപ്പോൾ അത് തന്നെയായിരുന്നു ആ ക്യാരക്ടറിൻ്റെ റെഫറൻസ്. അപ്പോൾ ഞാനത് വളരെ നൈസായിട്ട് ഗോവിന്ദിൻ്റെ വൈഫ് രഞ്ജുവിനോട് അവതരിപ്പിക്കുകയും ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ ബ്രീഫിങ് കൊടുക്കുകയും ചെയ്തതോട് കൂടിയിട്ട് രഞ്ജു എക്സൈറ്റഡ് ആവുന്നു. അന്ന് രഞ്ജു പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അന്ന് രഞ്ജു ഗോവിന്ദിൻ്റെ അടുത്ത് പ്രഗ്നൻസി വിഷയമായിട്ടാണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഗോവിന്ദിന് വേറെ ഒന്നും ചെയ്യാനില്ല, അയാൾ വരുന്നു, അഭിനയിക്കുന്നു. നിങ്ങളെ പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ച്, നിരൂപകരുടെ അഭിപ്രായത്തെക്കുറിച്ച്. അവർക്ക് ഉണ്ണിക്ക് 5 ലക്ഷം കൊടുത്തു, അശ്വത്തിന് 2 ലക്ഷം രൂപ ഇത്ര സെറ്റ്, ഫുൾ സെറ്റ് അല്ലേ? ചോദിക്കും അല്ല, ധ്യാൻ എപ്പോഴും ആരെയും കളിയാക്കാറില്ല. ഇപ്പൊ സിനിമയെ ആരും കളിയാക്കിയാലും, ധ്യാനിന്റെ സിനിമകളെ കളിയാക്കിയാലും ധ്യാൻ ആരെയും തിരിച്ച് അങ്ങനെ എല്ലാരും സംശയം അതാണ് അല്ല. അവരൊന്നും അങ്ങനെ ചെയ്യില്ല. നിനക്കൊക്കെ സംശയം ഉണ്ട്, അജ്മൽ എനിക്ക് ഡൗട്ട് ഉണ്ടായില്ലേ അങ്ങനെ പറഞ്ഞപ്പോ ഇല്ലേ? അവരൊന്നും അങ്ങനെ വായിച്ചിട്ടൊന്നും ചെയ്യുന്ന ആൾക്കാർ, വളരെ ജെനുവിനായിട്ട് സിനിമയെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്, മനസ്സിലായോ? അവരെ ലെവലേശ് അതിനു വേണ്ടി ഇത് കൂട്ടുവെക്കൂല. ആദ്യമായിട്ട് ഒരാള് സിനിമ നല്ലത് അല്ല, എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഇവര് പോയി സിനിമ, നമ്മുടെ സിനിമകൾ എന്തായാലും കാണും, പക്ഷെ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്കൊന്ന്, പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം റിവ്യൂസിൽ മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് 2 പേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട്. ആ ലക്ഷത്തിന് ഒരു 50,000 അല്ലെങ്കിൽ അതിന്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ, അല്ല കുറച്ചു പേരും വന്ന് സിനിമ കണ്ടാൽ നമുക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ഡൾ ഫേസ് ഉണ്ട്. കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത്, ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ഓണം കഴിഞ്ഞു, അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം. കാരണം ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ, കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലോകയൊക്കെ കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം, ഞാനാണ് ലുക്കിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എത്രത്തോളം അവർക്ക് വലിയ മാസീവ് സിനിമകൾ, അത്തരം സിനിമകൾ മാത്രം ഉണ്ടായ പോലല്ലോ. ഇപ്പം കുഞ്ഞു സിനിമകൾ വേണം, ഇത്തരം ഹ്യൂമൻ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടുമ്പുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം. അപ്പം ഇൻഡസ്ട്രിയെ, എന്നാലും മാത്രമേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ക്രിട്ടിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കിട്ടി. പക്ഷേ ഇനി ഓർഗാനിക്കായിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ്, അശ്വതിന് ഇഷ്ടമായില്ലല്ലോ, മറ്റേ ഇവർക്ക് ഇഷ്ടമായില്ല. ഇപ്പം ഇവർക്ക് 2 ഇഷ്ടമായി. അവർ രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടതിൽ, അല്ലെങ്കിൽ അവർ എന്നാൽ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ അവരെ കുണ്ണിയൊക്കെ എപ്പോഴും പറയുന്നതാണല്ലോ, ഇതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്.
റഷീദിന്റെ ആയിക്കോട്ടെ, അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ബാക്കി സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കും. സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായിരിക്കില്ല എൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം. എന്തായാലും നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും. ഇതിൽ പലപ്പോഴും ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നതായി തന്നെ പറയാറുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചെന്നോ വായിച്ചില്ലെന്നോ രസകരമായ രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ്, ഇതിൽ എല്ലാത്തരം ആൾക്കാരും എല്ലാ സെന്റേഴ്സിൽ നിന്നുള്ള ആൾക്കാരും കൃത്യമായി ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഓഫ് ധ്യാൻ ചെയ്തിരിക്കുന്ന റോള് ഏറ്റവും ഡീസന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും ഗംഭീര അഭിപ്രായമാണ് എല്ലാ സ്ഥലത്തു നിന്നും വന്നിരിക്കുന്നത്. അപ്പൊ ധ്യാൻ ആക്ച്വലി ഇതിന്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചിരുന്നത് എന്താണ് മുഹാസിന്റെ ഈ പടം വള ചെയ്യാനുള്ള പ്രചോദനം? എനിക്ക് ഇപ്പോഴും എന്റെ കഥ ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായി വരുന്നുള്ളൂ. സ്ക്രിപ്റ്റ് വാസി എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിന്റെ ഒരു കഥ ഐഡിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇതുവരെ ഇപ്പൊ ഇവരിങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത്, നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലത്തെ സാധനമൊക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ്. അപ്പം ഇങ്ങനൊരു സാധനം നമ്മൾ വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ അപ്പൊ നമുക്കൊരു കൗതുകം തോന്നും. ലുക്കുവിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സാധനം. അപ്പോ ലുക്കുവിനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ എനിക്ക് കഥകളിൽ ഇവിടെയൊക്കെ അറിയാം, അപ്പൊ ഇവൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു കൗതുകം. അപ്പൊ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഹർഷദൊക്കെ എഴുതുന്നു, മോസ്റ്റ്ലി കഠിനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കഠിനം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ബേസിൽ വഴിയൊക്കെ നമുക്ക് അറിയാം. അപ്പം ഒരുപാട് സ്നേഹം, സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്കുവിൻ്റെ ഒരു ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവൻ ഇതിനോടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവര് നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയണ്ട ഓഫ് ആയാലും അല്ലെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മൾ വന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് അളിയ ഇത് വന്ന് ഇതാവുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് കംപ്ലീറ്റ്ലി മോസിയുടെ മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന. കാരണം കഥ ഇത് ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടമായിട്ട് എനിക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ്, സീൻ എന്താണെന്നുള്ളതിന് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല. കാരണം ആദ്യം ചെയ്യുമ്പോൾ നമുക്കറിയില്ല, നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല ഇത്തരം. പക്ഷെ പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് തൊട്ടിട്ട് എന്നോട് പറഞ്ഞു കളയത് ഓക്കെയാണ്, പരിപാടി ഓക്കെയാണ്, നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വിശ്വാസം ഇപ്പോൾ തിയേറ്ററിൽ വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ പത്രത്തെ കുറിച്ച് എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഇപ്പൊ നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ, സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവര് അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ്. അപ്പൊ അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട്. ആളുകൾ തിയേറ്ററിൽ വരുന്നു. ധ്യാൻചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവർ മാക്സിമം തിയേറ്ററിൽ എത്തുക. അത് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന, ഫാമിലിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണെന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഞങ്ങൾക്കുണ്ട്. പിന്നെന്താ ഇതിനകത്ത് പ്രകൃതി ചെയ്യാനുള്ളത് ഇതിൽ വിജയരാഘവൻ സാറും ശാന്തികൃഷ്ണനുമായിട്ടുള്ള കോമ്പിനേഷൻസ് അത് പറയുന്നുണ്ട്. അല്ല അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതൊക്കെ മുഹാഷിന്റെ ക്രെഡിറ്റിൽ പോണ തന്നെയാണ്. അത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഒരു പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു പ്ലാനൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ മുഹാഷിന് മറ്റൊരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു നല്ല ആക്ടർ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മറ്റത് നമ്മൾ തന്നെ ആവും. നമ്മളല്ലാതെ ഒരാളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വേണ്ട, അത് സ്ഥിരം ചെയ്യണമല്ലേ, ഇത് ഒന്ന് മാറ്റി ഇങ്ങനെ പിടിച്ചു നോക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയൊരാളായിട്ട് നമുക്ക് തോന്നും. അത് ഡയറക്ടർക്കാണ് ഫുൾ ക്രെഡിറ്റ്. ബാക്കി ലുക്കിനോടുള്ള നിങ്ങളുടെ ചോദ്യങ്ങളാവും. അതിനു മുമ്പ് നമ്മുടെ നായികമാരിവിടെ ഉണ്ട്. സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് നിങ്ങൾക്ക് ഏവർക്കും സുപരിതരായ മലയാളത്തിലും തമിഴിലും വിവിധ റോളുകൾ കാഴ്ചവെച്ച് പ്രമുഖ താരങ്ങളുടെ ശബ്ദ സാന്നിധ്യമായ ഒപ്പം ഇപ്പം അഭിനേത്രിയായി തിളങ്ങി നിൽക്കുന്ന രവീണ രവി. വളരെ പൊല്ലാപ്പെല്ലാം ഉണ്ടാക്കിയത് രവീണയാണ്. എല്ലാവർക്കും നമസ്കാരം.
തിയേറ്റേഴ്സിൽ ഇപ്പം നല്ല റിവ്യൂസ് ഉണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇത് കുറച്ചും കൂടി വൈഡർ ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യണം. ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനർ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വളരെ ശാന്തമായി സംസാരിച്ചിട്ട് പോയി. കാരണം ഇത്രയും ഇതിനകത്ത് സിനിമ കാണുമ്പോൾ അറിയാം രവീണ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മള് കഥാപാത്രത്തിനെ കുറിച്ചൊന്നും അല്ല, പ്രത്യേകിച്ച് പേരിനെ പറ്റി പറയാം. ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്, അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ കുറിച്ച് പറയൂ. ഞാൻ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹീസ് എ ബ്രില്യന്റ് ആക്ടർ. പക്ഷെ ഭയങ്കര ലേസിയാണ്. ചെറിയ രീതിയിലൊക്കെയുള്ള ഭയങ്കര നാച്ചുറൽ ആക്ടർ. എനിക്കത് ഭയങ്കര ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. പക്ഷെ വളരെ ലേസി. അടുത്ത് എന്താ സീൻ എടുക്കാൻ പോകുന്ന പോലെ എന്റെ അടുത്ത് ഫണ്ണായിരുന്നു. ശരി, ഷീതലിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള ദിവസമായിരുന്നു തന്റെ പിറന്നാൾ ദിനത്തിലാണ് തന്റെ ചിത്രവും റിലീസായത്. വളയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച്? ഹായ്, എൻ്റെ പേര് ശീതൽ. ഗോളമാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം. അത് ഞാൻ തെക്ക് വടക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഒരു ഫുൾ ലീഡായിട്ട് വരുന്ന എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് വള ഈസ് ഓൾവേസ് സ്പെഷ്യൽ. നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഈ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എനിക്ക് ഒരു നല്ല റിലീസ് കിട്ടാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. പിന്നെ താങ്ക്സ് ടു മ്യൂസിക്ക എന്നെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ സിനിമയിൽ ഞാൻ കയറുന്നത്. 3 പാട്ട്, ഗോളായിക്കോട്ടെ, തെക്കുവടക്കായിട്ട്, വള ആയിക്കോട്ടെ, എനിക്ക് ഓഡിഷൻ വഴിയാണ് ഞാൻ കയറിയത്. അപ്പോൾ ഈ ഒരു മൂവി ഇനി ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു പടമായിരിക്കും ഡെഫിനറ്റ്ലി. ഇതിലെ ക്യാരക്ടറിൻ്റെ പേര് വിശാലാക്ഷി എന്നാണ്. ഒരു പാവമായ ഭാര്യയാണ് ഞാൻ. വലിയ അലമ്പൊന്നുമില്ലാത്ത ഒരു പാവം കുട്ടി, ദേവിനെ പോലെ ഇല്ലാത്ത. എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പടം പിന്നെയും ഓടും. സോ ദാറ്റ്സ് വാശിയും വൈരാഗ്യം ഒന്നുമില്ലാത്ത വളരെ പാവപ്പെട്ട സൗമ്യമായ ഒരു കഥാപാത്രമാണ് ഷീതൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അല്ല, നേരത്തെ ധ്യാനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ പേരായിട്ടുള്ള ലുക്മാനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ ചോദിച്ചില്ല എന്നുള്ളൊരു പരാതി കണ്ട. ലുക്മാനെ കുറിച്ച് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ടുള്ള അഭിനയം? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറഞ്ഞ മതി ലീഡാകുമ്പോൾ, സ്പെഷ്യലി എൻ്റെ ഫസ്റ്റ് ഹീറോ ആണ് ലുക്മാൻ. സോ ഫോർ മീ ദാറ്റ്സ് റിയലി സ്പെഷ്യൽ. ആൻഡ് പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒരു കോൺട്രിബ്യൂഷൻ, ഇപ്പം ഈവൻ ദോ സ്ക്രീനിൽ ഇല്ലെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് നിന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ചില സീനിൽ ഞാൻ കുറേ ടേക്ക് പോയിട്ടുണ്ടായിരുന്നു, കുറേ സീനില്ല ഒരു സീനിൽ. അപ്പം ക്ഷമയോട് കൂടി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. സോ ദാറ്റ് എനിക്ക് ഐ ആം ഓൾവേസ് താങ്ക്ഫുൾ. താങ്ക് യു. നമ്മള് മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വം. ഇന്ത്യയില് മലയാളി എന്നുള്ള പേരിൽ, സംഗീതജ്ഞൻ എന്നുള്ള പേരിൽ എവിടെ ചെന്നാലും നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കേട്ട് സന്തോഷിക്കാറുണ്ട്. ഗോവിന്ദ് വസന്ത ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇതിലെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും കൈയടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട നമ്മുടെ ഗോവിന്ദ് വസന്ത. അല്ല, എല്ലാവരും ഞെട്ടിയിരിക്കുന്ന സംഭവം വെച്ചാൽ ഇത്രയും നാൾ ഇത്രയും കോൺടാക്ട് ഉണ്ടായിരുന്നിട്ട് ഗോവിന്ദ് സ്ക്രീനിന്റെ മുമ്പിൽ വന്നിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ട് സ്ക്രീനിൽ വന്നിരിക്കുന്നു. അത് പ്രേക്ഷകര് കാണട്ടെ എന്താണ് ചെയ്തിരിക്കുന്നത്. അതും വളരെ നീറ്റ് പെർഫോമൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു മനസ്സ് നേരത്തെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അഭിനയിക്കണം? ഇല്ല, അഭിനയിക്കണം തോന്നിയിട്ടില്ല ഇതുവരെ. അങ്ങനെ കോണ്ടാക്ടിന്റെ ഹലോ വയർലെസ് കട്ടാന്നാ തോന്നുന്നത്. അങ്ങനെ ഒരു കോണ്ടാക്ട് ബേസിൽ അഭിനയിച്ചതല്ല. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതാണ്. മോഹൻ വളരെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ. അങ്ങനെ കൊണ്ട് മാത്രമാണ് പടത്തിലെ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് കേട്ട് അഭിനയിച്ചത്. അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത് ഒരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ പരിപാടിയാണ്. പിന്നെ പടത്തിന്റെ മ്യൂസിക് വളരെ മുമ്പ് തൊട്ടേ എനിക്കിതിന്റെ ട്രീറ്റ്മെന്റ് പരിപാടികളൊക്കെ അറിയാമായിരുന്നു. ഞാനും മോശം ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിത് തിയേറ്റർ ഫിലിമായിട്ട് തന്നെയാണ് ഇതിനെ തുടക്കം മുതലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഠിനത്തിൽ നിന്നും എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൂവി ലാംഗ്വേജ് ആണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കഠിനത്തിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല. ഡയറക്ടർ സൈഡായാലും മ്യൂസിക് സൈഡായാലും ഒക്കെ വേറെയാണ്. പുതിയ പരിപാടികൾ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ ഒരു സബ്ജക്റ്റാണ്, പക്ഷെ അതിനെ മ്യൂസിക്കലിയും അതിന്റെ ഉള്ളിലുള്ള ഒരു വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി
കുറച്ച് നമ്മൾ ഓവർ ദ ടോപ്പ് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ്. അത് തിയേറ്ററിൽ കാണുമ്പോഴാണ് കുറേ കൂടി എഫക്റ്റീവ് ആവുക. പിന്നെ വേറെ സംബന്ധിച്ച് ഇതിനകത്ത് എനിക്ക് ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നത് എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിംഗേഴ്സ് ഒരു സിനിമയിൽ പാടിയിരിക്കുന്നത് ഈ സിനിമയ്ക്കകത്താണ്. ഇതിനകത്ത് 10ഓളം പാട്ടുകളുണ്ട്. ശങ്കർ മാധവൻ, ചിത്ര ചേച്ചി, അങ്ങനെ ജാസ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഐ എം വെരി പ്രൗഡ് ഓഫ് ദിസ് ആൽബം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഈ പടത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് ആയാലും മ്യൂസിക് ആയാലും ഒരുപാട് സിനിമ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇതിനകത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസിലൂടെയാണ് ഈ പടം വന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് ആളുകളുടെ സാക്രിഫൈസ് എന്ന് വെച്ചാൽ അവർ ഒരുപാട് പേര് കുറേ സീനുകൾ കട്ടായി പോയിട്ടുണ്ട്. ഒരുപാട് പേര് എഴുതിയ ലിറിക്സ് കട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വേണ്ടെന്നൊക്കെ ഉണ്ട് വന്നിട്ട് നമുക്ക്. പക്ഷെ അതൊക്കെ ഈ പ്രോസസ്സിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് കൂടെയുള്ളതുകൊണ്ട് നടന്നൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാ നല്ല സിനിമകൾക്കും ഒരു ചാൻസ് കൊടുക്കണം. താങ്ക് യു. ഒപ്പം ഒരു സംഗീത മേഖലയിൽ ഇത്രയും പ്രഗത്ഭനായി നിന്ന് ഇന്ത്യ തന്നെ അറിയപ്പെടുന്നു, ലോകം തന്നെ അറിയപ്പെടുന്നു. പക്ഷെ ഇതിനകത്ത് അഭിനയത്തിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ചെറിയൊരു പാളിച്ച വന്നാൽ പലയിടത്തു നിന്ന് വരും. അപ്പം ഈ ഒരു അഭിനയ മേഖലയിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു പ്രചോദനം? തോമസ് ഷെൽബി, ഞാൻ ഒരു ബിഗ് ഫാൻ ഓഫ് തോമസ് ഷെൽബി. അതായത് നമുക്ക് ക്യാരക്ടറിന്റെ ഒരു ചെറിയൊരു നരേഷൻ അതുപോലെ ഒന്നതാണ്. പക്ഷെ എനിക്ക് ടെൻഷനൊന്നുമില്ല. നമുക്ക് ഇതെന്റെ ജോലിയല്ല, എന്റെ ജോലിയെ ബാധിക്കാനേ പോകുന്നില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. വേറെ പിന്നെ ഞാൻ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ചിരിക്കാതിരിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്യേണ്ട ഒരു പരിപാടി. അത് ഞാൻ ചെയ്തു. നന്നായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയ എത്രത്തോളം ധ്യാൻ ശ്രീനിവാസിന് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ സിനിമയിലൂടെ തെളിയിച്ചു. അപ്പൊ ആദ്യം ആ റിവ്യൂ കേട്ടപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്താ ധ്യാൻ ചെയ്യുന്ന ആദ്യം തോന്നിയത്? എന്താ തോന്നേണ്ടത്? അല്ല, ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നമ്മളെപ്പോഴും അല്ലേ പറയുന്നത്. ഇപ്പൊ നേരത്തെ ലുക്ക് പറഞ്ഞു, നമ്മള് ഓൺലി ആസ് ഗുഡ് ആസ് ദി ഡയറക്ടർ. ഞാൻ എപ്പോഴും പറഞ്ഞു, ഐ എം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. അതിവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പൊ മോസി എന്താണോ പറഞ്ഞിട്ടില്ല, ഞാൻ കാരണം ഇവരെല്ലാവരും ഞാൻ കോമ്പിനേഷൻ ഇതൊഴിച്ചും ബാക്കിയായിട്ട് കോമ്പിനേഷൻ. അതിൽ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് മോസിയുടെ കൺവിക്ഷൻ അല്ലെ, മോസി എന്താണോ പറഞ്ഞിട്ടുള്ളത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല പണിയറിയാവുന്ന ആൾക്കാരോട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആസ് ആക്ടേഴ്സ് നമുക്കും വളരെയധികം ഗുണം ചെയ്യും. അവർ കൃത്യമായിട്ട് നമ്മളെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട്, ഇത് നേരത്തെ ലുക്ക് പറഞ്ഞു, ഇത് നീ അത് ചെയ്യണ്ട, ഇത് നീ അത് ചെയ്തിട്ടുണ്ട്, ഇത് വേണ്ട, ഇത് റിപ്പീറ്റ് ആകുന്നു, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി നമ്മളെ ഫീഡ് ചെയ്യുകയും നമ്മളെ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നമുക്ക് കാരണം ഇതിപ്പോൾ നിത്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പണിയെടുക്കേണ്ട സ്ഥലം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ 1-2 ഭാഗങ്ങളിൽ ഒതുക്കും. അപ്പോൾ അവർ പറയാം പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് ആ പടത്തിൽ അത് വെച്ചു പിടിക്കും. പക്ഷെ ഇത് അവിടെ നടക്കില്ല എന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഇതിൽ മനസ്സിലായി. അപ്പോൾ പിന്നെ ഉഴപ്പാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഉഴപ്പി ചെയ്യേണ്ട ഒരു ക്യാരക്ടർ വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നിരന്തരമായിട്ട് ഡയറക്ടറുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അശ്വന്ത് പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ലത് പറയും, നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും. പുള്ളിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അവരുടെ അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത് നല്ലത് തോന്നി നല്ലത് പറഞ്ഞു. ഒരു കുജലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചായി സംസാരിച്ചിട്ട്, പക്ഷെ നാളെ ഇറങ്ങും മോശം പേര് വരുമ്പോൾ ഇതിനേക്കാളും മോശം പറയും. അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ട്. ഇല്ല, പുള്ളി അയർലൻഡിൽ ഒരു ഷോന് പോയി. അപ്പോൾ ഇവിടെ ഇല്ല. അതിനുള്ള എഫേർട്ടല്ലേ എൻ്റെ ഈ കൈ പോയത്. അങ്ങനെയല്ലേ? കഴിഞ്ഞ വർഷം മറ്റേ ഇതിനൊക്കെ ബാഡ് ബോയ്സിനൊക്കെ വരുമ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഇട്ട് വന്നില്ലേ, ഓർമ്മയില്ലേ? അത് ഇവനെ അടിച്ചൊടിച്ചത് ഇതാണ്. അവൻ ആ സമയം ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോ അതിനകത്ത് മാഷായിരുന്നല്ലേ, അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടോ തീർക്കാനുണ്ടായത് എന്റെ നെഞ്ചത്താണ് തീർത്തത്. ഞാൻ കൈയോട് ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒന്ന് ആ സമയത്ത് മലയാള സിനിമ ഒന്ന് ചെറുങ്ങനെ
ഇത് കരാട്ടക്കാരൊന്നും ഇങ്ങനെയൊന്നും അടിക്കില്ല. അവർക്ക് ടൈമിംഗ് ഉണ്ടാവും. കരാട്ടക്കാരൊന്നും ആരും ഉപദ്രവിക്കില്ല. ഇല്ല, ശരിക്കുള്ള അടിയാ. പിന്നെ ഈ അടി എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ. വാങ്ങുമ്പോഴൊരു ടൈമിങ് വേണല്ലോ. എല്ലാം വേണം. ഷോട്ടില് പോലും ഇല്ല. ഷോട്ടില് എന്തായാലും ഉത്തരം കിട്ടിയല്ലോ. മലയാളികൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സൈക്കോ സ്മൈലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീ കണ്ടല്ലേ? കാണൂല. സൈക്കോ സ്മൈലി ഉണ്ടായിരുന്നതിന് എത്ര കയ്യിൽ ഉണ്ടായിരുന്നു? ആണോ കാര്യമായിട്ട്? കണ്ടല്ലോ. അപ്പൊ അതിനെന്താ ഇപ്പൊ? ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? എടാ അതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും, ഇങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും, അല്ല അങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും. ആ പുള്ളി നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മളത് അങ്ങനെ വരും. പിന്നെ നമ്മളിതൊക്കെ ദൈവം നമ്മളെ ബേസിൽ പറഞ്ഞ പോലെ മാറി നിൽക്കും, പ്രാർത്ഥിക്കും, ദൈവമേ ഇത് ശരിയാവണേ കിട്ടണേ എന്ന് പ്രാർത്ഥന. അൽസറൊക്കെ പറയുന്ന പോലെ അത് നമ്മളങ്ങനെ എടുക്കുക. യൂണിവേഴ്സ് തരും, എടുക്കും. ചില സിനിമകളിൽ എക്സ്ട്രാ എഫേർട്ട് ഇടാറുണ്ടെന്ന് പറയാൻ ചില വർഷങ്ങൾക്ക് ശേഷം ചില പടങ്ങൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. എക്സ്ട്രാ എഫേർട്ട് അല്ലല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ആ സിനിമ, അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫർട്ടിൽ നിർത്തുക, അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും. പിന്നെ ഈ പ്രോജക്റ്റിന് ഗുഡ് വിൽ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തുടക്കം മുതലേ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമക്ക് ഒരു ഗുഡ് വിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞത്. അപ്പൊ അത് ഭയങ്കര ടെൻഷൻ അടിച്ചോ, നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ചെയ്ത സിനിമയൊന്നുമല്ല. ആ ഭയങ്കര സന്തോഷിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക, നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത്. ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ, അങ്ങനെ ഒരു ഗുഡ് വിൽ ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അത് വേറെ രീതിയിൽ എങ്ങനെ ആലോചിച്ചാൽ ശരി. ഈ പടം തുടങ്ങുമ്പോ അത് മാറ്റണം. പിടിച്ചില്ലല്ലോ ഇവര്. ഒരു ഫേസ് പഞ്ച് ഇത് പറയുന്നു മസ്താനി. നീ ഇവിടെ ഒരു മിണ്ടണ്ട. അവളുടെ കൂട്ടുകാരനാണ് നീ എന്നറിയുന്നത് കൊണ്ട് തന്നെ എന്നോട് പലരും മിണ്ടുന്നത്. സമയം 3 മണി. മലയാള സിനിമയില് ആദ്യമായിട്ടാണ് ശാന്തികൃഷ്ണ മാമും വിജയരാഘവൻ സാറുമായിട്ട് പേരന്റ് കപ്പിൾ ആയിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. മാമിന്റെ ഒരു ഗംഭീര പ്രകടനം തന്നെ ചിത്രത്തില് ഇപ്പം എല്ലാവരും ശ്രദ്ധയോടെ തന്നെ നിരവധി പ്രേക്ഷകരൊക്കെ പറയുന്നു. മാം ഈ ചിത്രത്തിലെ കഥാപാത്രത്തെ കുറിച്ച്, പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച് മാം രണ്ടു വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോറി ഡിലേ ആയിരുന്നു. ഞാനൊരു ഡ്രസ്സ് കാണുമ്പോൾ ഓണം പരിപാടി ഉണ്ടായിരുന്നു, ലേറ്റ് സെലിബ്രേഷൻസ്. അടുത്ത വർഷത്തേക്ക് കുറച്ചുകൂടെ ഏർലി. അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് ജസ്റ്റ് കമ്മിങ്. സോറി. ഇപ്പോൾ കേൾക്കാം, എന്നാലും കേൾക്കാമല്ലോ, മൈക്കില്ലെങ്കിലും കേൾക്കാം എൻ്റെ വോയിസ്. ഇതിപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞാനും കുട്ടേട്ടനും അഭിനയിക്കുന്നത് ഒരുമിച്ച്. പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, ഇതിൽ ആരുടെയും ഹീറോയിൻ്റെയോ അമ്മയൊന്നും അല്ല. അല്ലെങ്കിൽ സ്ഥിരം അങ്ങനെയാണ് സാധാരണ എന്നെ വിളിക്കാറ്. പക്ഷേ ഈ പടത്തിൽ വേറൊരു സെപ്പറേറ്റ് താത്താന്നൊക്കെ പറയും പാത്തു. അപ്പോൾ ആ ക്യാരക്ടർ മോഹസിൻ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഐ വിൽ ഡെഫിനറ്റ്ലി ഡൂ ഇറ്റ് എന്ന്. കാരണം എനിക്ക് അതിനൊരു കുറച്ച് സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ പോലും അതിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. സോ
ഐ തിങ്ക് അതൊരു ഡിഫറെൻ്റ് ആണ്. എത്രയോ കുറേ സമയത്തിന് ശേഷം ഒരു പടം റിലീസാവുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നോട്ടബിൾ ആയിരുന്നു. ദാറ്റ് വാസ് മൈ മെയിൻ ഇൻറ്റൻഷൻ. ഓഫ് കോഴ്സ് ഞാൻ ഇന്നലെയാണ് പോയി പടം കണ്ടത്. ഐ ലൈക്ക് രാത്രി ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് കണ്ടില്ല. ഇന്നലെ രാത്രി 11 o'clock ഷോ പോയി കണ്ടു. ഇപ്പൊ മനസ്സിലായ മലയാളത്തിലാണ് പറഞ്ഞത്. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ ചോദ്യം ലുക്മാനോടാണ്. ലുക്ക് പറയാറുണ്ട് മലപ്പുറം ജില്ലയിൽ ചങ്ങനാളം എന്നുള്ള സ്ഥലത്ത് നിന്ന് പോസ്റ്റർ പോലും ഒട്ടിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരാളെ നായകനായിട്ട് വരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഉണ്ടാകുന്ന സിനിമയിൽ ഒരു പോലീസ് കഥാപാത്രം ചെയ്യുന്നു, മമ്മൂക്കയുടെ കൂട്ടത്തിൽ ചെയ്യുന്നു. അവിടെ തുടങ്ങിയ യാത്രയാണ് ലുക്കുമാൻ്റെ പോലീസ് വേഷത്തിൽ. വള എന്നുള്ള സിനിമയിൽ നായകനായിട്ടും അതും ഒരു സംഘം പോലീസിൻ്റെ വേഷത്തിന്. ഈ യാത്ര എങ്ങനെ നോക്കുന്നു? ലുക്കുമാൻ എന്നുള്ള നടനെ ലുക്കുവിൻ്റെ സുഹൃത്തുക്കളാണോ കണ്ടെത്തിയത്, അതോ എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര? അത് പറ്റി പറയാം. അല്ല, ശരിക്കും പോസ്റ്റർ ഒട്ടിക്കാത്ത ചങ്ങനാകുളത്തല്ല, ഉദിനുപറമ്പ് എൻ്റെ സ്ഥലം. ചങ്ങനാകുളത്തിൽ ചിലപ്പോൾ എൻ്റെ ശരിക്കും സ്ഥലം ഉദിനുപറമ്പ് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. അവിടെ ആണ് പറഞ്ഞത്. അല്ല, ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് അവിടെ ഉണ്ട് പോലീസ് വേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ യാത്ര എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ സിനിമകൾക്ക് നമ്മളെ ചൂസ് ചെയ്യുന്നു, നല്ല സിനിമകൾ ഉണ്ടാകുന്നു, നല്ല സിനിമ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓക്കെ ഇനി അങ്ങനെ വേണം ഇനി ഇങ്ങനെ വേണം എന്നുള്ളൊരു രീതിയിലൊന്നല്ല. ഇതൊരു ലെഗ് ഫാക്ടർ കൂടി ഉണ്ട്. ഭയങ്കര ഭാഗ്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഭയങ്കര ഭാഗ്യമുള്ള ഒരു ആക്ടറാണ്. അതായത് അത്തരം സിനിമകൾ കിട്ടുന്നു, അത്തരം ക്യാരക്ടേഴ്സ് കിട്ടുന്നു, അതിങ്ങനെ വിജയമാവുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഒരു ടീക്കോന്റെ ഒരു പടത്തിൽ ലുക്കുമാൻ ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ, പെണ്ണിങ്ങനെ മഷി കിട്ടാതെ അല്ലെ, അതിൽ നിന്ന് ഇപ്പൊ അപ്പൊ അതിൽ നിന്ന് വളർന്നുള്ള സിനിമയിൽ ഇപ്പൊ വേഫറാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ദുൽഖർ സൽമാന്റെ കമ്പനി ഓൾറെഡി മറുവശത്ത് ആ പടം പീക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലോക എന്നുള്ള സിനിമ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? അത് തന്നെ, അത് ഈ ശരിക്കും ഈ തല്ലുമാലയും സുലേഖ മനസ്സിലൊക്കെ ഇറങ്ങിയപ്പോ DQ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, അങ്ങനെ കൊള്ളാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ കയ്യിലൊരു ചെറിയ ഒറ്റ ഷോട്ടിലുണ്ട് പറയുമ്പോൾ പുള്ളി അത് നീയായിരുന്നാ എനിക്ക്, എന്നിട്ട് പുള്ളി ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത് എന്നിട്ടിപ്പോ DQ എടുക്കാന്ന് പറഞ്ഞത് അതൊരു ടീമാണ്, അവരൊരു ഡിസ്ട്രിബ്യൂഷൻ ടീമാണ്. ഇപ്പൊ DQ എന്നായിരിക്കില്ല അത് കണ്ട് അത് അവര് പക്ഷെ സെലക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ലോകം കൂടി വന്നതോടുകൂടിയിട്ട് അവര് കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസം പ്രതീക്ഷയൊക്കെ കൂടിയിട്ടുണ്ട് അവർക്ക്. അപ്പൊ അവര് അതിനുശേഷം നമ്മുടെ സിനിമ ചെയ്യുന്നു എന്നുള്ളത് വേറെ തന്നെ ജോണർ, വേറെ തന്നെ സ്റ്റൈൽ മൂവിയാണല്ലോ. അപ്പോൾ അതവർ ചെയ്യാനെടുക്കുന്നു എന്നുള്ളത് അവരാണ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അത് ഞങ്ങൾക്കും അത് ഭയങ്കര പോസിറ്റീവായി ശരിക്കും. അതുകൊണ്ട് ആദ്യം അവരോടാണ് താങ്ക്സ് ഫോറിനോട്. ഇപ്പോൾ ബേസിലായിട്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബേസിലായിട്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് രഞ്ജിത്തൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം പ്രതീക്ഷിക്കാം. അവന് അത്ര പൈസ ഉണ്ടോ? അല്ല അങ്ങനെ അവൻ ഇപ്പൊ ടോവിയും ചേട്ടനൊക്കെ ഉള്ള പടം അല്ലേ? അല്ല അനൗൺസ് ചെയ്താ അല്ല അത് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ബേസില് തുടങ്ങിയിട്ടില്ലല്ലോ. അനൗൺസ് ചെയ്തത് ആണോ? ഓഡിഷൻ അവൻ അനൗൺസ് ചെയ്താ, ഞാൻ അറിഞ്ഞില്ല. അവൻ തുടങ്ങുന്ന പറഞ്ഞു, അവസാനം കണ്ടപ്പോ പറഞ്ഞു ഏതാ ഓക്കെ അവന്റെ പ്രൊഡക്ഷൻ ഡയറക്ഷൻ വരുമെന്ന്. നമ്മള് അതിനനുസരിച്ചുള്ള ബഡ്ജറ്റിൽ ഇതെല്ലാം നമ്മുടെ ഇതൊക്കെ ഒത്തു വരുവാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഈ 2 മാസത്തിന് കഴിയും. 3 മാസം അടുത്ത വർഷം കിടക്കും. അത് തിരാറ്റുണ്ട്. തിരാറ്റു ഉടനെ ഇല്ല, അതിന് മുന്നേ ഒരു സിനിമ കഴിഞ്ഞിട്ട് തിരാറ്റു ഉണ്ടാവും. മോഹൻ ചേട്ടാ ഓക്കെ
മോഹിൻ ചേട്ടാ, ആദ്യത്തെ സിനിമയുടെ പേര് കഠിന കഠോരമി അണ്ടകടാഹം എന്നാണ്. വളരെ കഠിനമാണ് ആ സിനിമയുടെ പേര്. പക്ഷെ രണ്ടാമത്തെ സിനിമയുടെ പേര് വളരെ സിമ്പിളാണ്. ഈ സിനിമാ മേഖല വളരെ അന്ധവിശ്വാസങ്ങളുടെ ഒരു ഇടമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യ സിനിമയുടെ പേര് ഒരു പാര ആയതുകൊണ്ടാണോ രണ്ടാം സിനിമയ്ക്ക് വളരെ ലളിതമായ ഒരു പേരിട്ടത്? അറിയില്ലടാ, ഇത് റൈറ്റർ ഇടുന്ന പേരല്ലേ, ഞാനിട്ട പേരല്ലല്ലോ. അതൊരു കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? കാരണം ആദ്യ സിനിമ വളരെ കഠിനമായി പേരല്ല. ആദ്യത്തെ സിനിമയുടെ പേര് ബാപ്പ എന്നായിരുന്നു, 2 അക്ഷരമുള്ള പേരായിരുന്നു. കഠിന കഠോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞ സിനിമയുടെ പേര് ബാപ്പ എന്നായിരുന്നു ടൈറ്റിൽ ഉണ്ടായിരുന്നു. ബാപ്പ എന്ന് പറഞ്ഞ ടൈറ്റിൽ നമ്മൾ ഇടാതിരുന്നതിന്റെ കാരണം അതിലെ സെൻട്രൽ ക്യാരക്ടർ ബാപ്പ ആയതുകൊണ്ടാണ്, ആ ഇമോഷൻ ബാപ്പ ആയതുകൊണ്ടാണ്. അപ്പം അത് അങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ പെട്ടെന്ന് അത് കണക്റ്റായി പിന്നെ ആൾക്കാർക്ക് വർക്കായിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ആ പേര് ഒഴിവാക്കിയത്. ഞങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നു അത് ഞങ്ങളുടെ മാത്രം തോട്ടായിരുന്നു. അത് അങ്ങനെ പ്രശ്നം സംഭവിക്കുമോ, ഇങ്ങനെ പ്രശ്നം സംഭവിക്കും, ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തിട്ടാണ് ആ പേര് മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പിന്നെ കഠിന കഠോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞ പേരുമായിട്ട് അശ്വർക്ക് വരുമ്പോൾ, ഈ പടം കഴിയുമ്പോൾ ഈ അണ്ടകടാഹം എത്ര കഠിനമാണ് എന്നുള്ള ആ സാധനത്തിലേക്കാണ് അത് കൊണ്ടുപോയി ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പേര് ചൂസ് ചെയ്തത്. ഇത് വള, ഇതിന് വേറെ പേരൊന്നും നമുക്ക് ഇടാൻ, ഇത് വളയാണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ അതിൽ തന്നെ പോട്ടെ, അതിലിനി വേറെ സംശയങ്ങളൊന്നും നമുക്ക് വേണ്ട, വളയേണ്ട മതി എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ ഈ ചോദിച്ചത് കഠിന കഠോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞ പേര്, ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ ഒരു ട്രോമയായിട്ടാണ് എനിക്ക് നിൽക്കുന്നത്. ഞാൻ ചെയ്തൊരു പടം, ഞാൻ മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ പടം? ബേസിലൊക്കെ അഭിനയിച്ച പടം. ബേസിൽ അഭിനയിച്ച ഏത് പടം? ഇന്ദ്രൻ ചേട്ടനും. എനിക്ക് പേര് പറയാൻ പറ്റില്ല. ഞാൻ കഠിന കഠോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിന കഠോ, ഇത് ഞാൻ അവരെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ തന്നെ സമയം എടുക്കുന്നു. പിന്നെ ഞാൻ ഇതിന്റെ പാട്ട് പറയണം. അപ്പൊ അയ്യോ ആ വാപ്പ മരിച്ചിട്ട് കേൾക്കുന്ന അയ്യോ ഭയങ്കര ടച്ച് ചെയ്ത മൂവിയാണെന്ന് പറയും. ഇത് ഭയങ്കര ട്രോമയായി മാറി ഈ പേര്. നിവർത്തിയില്ല, പേര് ഭയങ്കര പ്രയാസമുള്ള സംഗതിയാണ്. അല്ലാതെ ഈ വിശ്വാസം അങ്ങനത്തെ സംഗതികൾ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഇനി എന്താ അറിയില്ല. ധ്യാൻ ചേട്ടന്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ്. പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ മഴ പെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം. ഒരിക്കലും ഇല്ല. എല്ലാ സീസണും പിടിക്കണല്ലോ. സമ്മർ വരും, വേനൽക്കാലം വരും, മഴക്കാലം വരും, തണുപ്പ് വരും. കാരണം ഇപ്പൊ മഴക്കാലം, ഇപ്പൊ വേനൽ വരും. കാരണം ധ്യാൻ ചേട്ടൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് പടത്തിനെ ഏറിക്കയറ്റുന്നത്, ധ്യാൻ ചേട്ടനെ ഏറിക്കയറ്റുന്ന ആളുകൾ, റിവ്യൂവേഴ്സ്, അശ്വന്ത് ഒക്കെ നല്ല അഭിപ്രായങ്ങൾ സുഹൃത്തുക്കളെ അറിയാവുന്ന ആൾക്കാരോട് എനിക്ക് ഇന്ന് ഇതൊന്നും ബാധിക്കുന്നില്ല, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല സിനിമകൾ വന്നു, വളരെ സന്തോഷം, വളരെ സന്തോഷമായി. അതെ അതെ. അപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ്. ചേട്ടൻ അതൊരു പുത്തരിയല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? അത് സത്യം, അത് ഭയങ്കര ടഫ്. അതെ അല്ല, ഇതിപ്പോ ഈ വിജയം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും നീ ആത്മാർത്ഥമായിട്ട് ഇത്ര പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഇതിന്റെ കാരണം. ഞാൻ ഈ വർഷത്തെ എന്റെ 12ാമത്തെ പടമായിരുന്നു. ഈ മാസം എത്ര മാസമായി കാണും? 9 മാസം. 9 മാസത്തില് 12ാമത്തെ പടം, അല്ലെങ്കിൽ 10ാമത്തെ പടം. 10 താങ്ക് യു. അപ്പൊ 10-11 പടമായി. അതിലിപ്പോ പ്രിൻസ്, ഉജ്ജലൻ, പിന്നെ ഏതായിരുന്നു? വള. പിന്നെ വള. 3 പടം. 10-ല് 100. അപ്പൊ 100-ല് കൂട്ടിക്കോ മാർക്ക്. 100-ല് 30. ജസ്റ്റ് പാസ്. അയ്യോ ആണോ? എടാ 28-ല്ലേ പാസ്? 80-ലാണ്. സോറിടാ, തോറ്റിരിക്കുക. പാസ്സല്ലേ? അപ്പൊ ജസ്റ്റ് പാസ്സിലിരിക്കുക. അപ്പൊ എനിക്കിതിലൊന്നും പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നുമില്ല. അതിനെ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് പാസ്സായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരുപാട് സിനിമകൾ ചെയ്യുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് സിനിമകൾ ചെയ്യുന്നു. ഞാൻ ഇവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇവര് വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷനൊന്നും സിനിമയോട് ഇല്ലാത്തൊരാളും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ. ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്,
അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല. കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ്. ഒരു വേനൽക്കാലം വരുമല്ലോ. അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല. അടുത്ത ആഴ്ച തന്നെ നീ ഈ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും. നീ ചിലപ്പോ എന്നെ വെറുക്കും. അശ്വന്തോക്ക് പറഞ്ഞായിരുന്നേ, പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് അതല്ല ചോദ്യം അതല്ല, പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ഒരു ബ്രില്യന്റ് ആക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ്. അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ? ധ്യാൻ ചേട്ടനും ഒരു സംവിധായകനാണ്, അതുകൊണ്ടാണ്. എന്റെ ഉദ്ദേശം ഞാൻ ഇതുവരെ മനസ്സിലായിട്ടില്ലേ. നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതല്ല. സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോ നല്ലതാണോ ചീത്തയാണോ നടന്നിട്ടൊന്നുമല്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. എനിക്ക് മോസിന് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മൾ ഒരു സിനിമയോടുള്ള പാഷൻ, സിനിമ അതൊന്നും പലർക്കും വരുന്ന പലരും ഇതൊക്കെ കാണിക്കും. ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമകൾ നിൽക്കും. പിന്നെ വന്ന് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയാം ഇവരെ പണിയൊന്നും അറിയില്ല. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് പുതുമുഖ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുക പുള്ളി അമ്പലും ബില്ലിനും എടുക്കാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത, അല്ലെങ്കിൽ തീരെ ഓപ്പൺ അല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സിനിമ ഞാൻ പറഞ്ഞില്ല, ഒരു പല ഘട്ടങ്ങളിലായിട്ട് വീണു. ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. അല്ല, നല്ല സിനിമകൾ ചെയ്യുന്നത് നല്ലതല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് പോസിറ്റീവാണ്, എല്ലാവരും നല്ലത് പറയുന്നു. അതിനപ്പോ എന്തിനാണ് അത് കണ്ടിന്യൂ ചെയ്തൂടെ? നിന്റെ ഒരു ഫോർമുല ഞാൻ എന്റെ 2-3 ഇന്റർവ്യൂ അയച്ചു തരാം. അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനെ കുറിച്ചുള്ള എന്റെ ഒരു പോളിസി എന്താന്നുള്ളത്. നമ്മുടെ പോളിസി ഉണ്ടാവില്ല എല്ലാവരും മനുഷ്യനും. നീ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത് ഭയങ്കര എന്നോടുള്ള സ്നേഹം കൊണ്ടും അതിയായ ഇതുകൊണ്ടാണല്ലോ. സന്തോഷമുണ്ട്. കാരണം ഡിക്റ്റേറ്റീവ് ജ്വലൻ, അതുപോലെ വള, പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. കാരണം ഞാൻ അത് ഭയങ്കര ഹാപ്പി ആയി. കാരണം എന്റെ ലക്ഷ്യമേ അതാണ്. അതായിരുന്നു. അപ്പൊ കാരണം ചേട്ടന് പുതിയ പേരൊക്കെ അറിയാലോ. ഓക്കെ, താങ്ക് യു. നല്ല സിനിമകൾ ചെയ്യാം. എന്റെ ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ശാന്തി കൃഷ്ണ മാം, ധ്യാൻ ചേട്ടാ ഒരു ചോദ്യം. ധ്യാൻ ചേട്ടനാണ് ഇപ്പൊ മസ്തി വിത്ത് മസ്താൻ എന്നുള്ള പേര്. ഫ്രണ്ട്സ് ആയിരുന്നല്ലോ നല്ല. എന്തുകൊണ്ടായിരിക്കും മസ്താനി പോയി ഔട്ടായി പോയെന്ന് തോന്നുന്നുണ്ടോ? അത് ഇതിനെ കുറിച്ച് ഞാൻ വെറൈറ്റി മീഡിയ തന്നെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അല്ല, എന്നാലും നമ്മൾ എല്ലാവരോടും പറഞ്ഞൂടെ? എന്തിന്? ഇത് നമ്മൾ വളരെ കുറിച്ച് സംസാരിക്കുന്നത് സുഹൃത്തുക്കളല്ലേ. ഓഫ് ടോപ്പിക്, അതുകൊണ്ട് സംസാരിക്കുന്നത് കംപ്ലീറ്റ്ലി ഓഫ് ടോപ്പിക് ആയിപ്പോയി. ചിലപ്പോ അവിടെ ബിഗ് ബോസ് ഞാൻ പോകും, അപ്പൊ കാണാം. ബിഗ് ബോസിൽ പോവോ? പക്ഷെ അതിന് മുന്നേ അവള് പുറത്തേക്ക് പോയി. ഇഷ്ടമാ. നമ്മളൊന്നും വേണ്ട, ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ആയി. അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റിമേറ്റ് സീൻ ഉണ്ട്. അത് ഗോവിന്ദന്. എന്നോടാണോ? അപ്പൊ അതിനകത്ത് ധ്യാൻ ചേട്ടന്റെ ബോഡി വെച്ച് മാത്രം വർക്ക് ആവുന്ന ഒരു ഫണ്ടും ഉണ്ട്. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അങ്ങനെ ധ്യാൻ ചേട്ടന്റെ ബോഡി അത്രയും വൈഡ് ആയതുകൊണ്ട് മാത്രം വർക്ക് ആവുന്ന ഒരു കോമഡി ഉണ്ട്. വളരെ മാത്രം മനസ്സിലാവുന്ന ഒരു കോമഡിയാണ്. ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു അറീന ധ്യാൻ ചേട്ടനിൽ ഇങ്ങനെ ആളുകൾ കണ്ട് ബോഡി ഉള്ളതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഏറ്റവും എടുക്കാൻ. കാരണം ഒരു ചാനലിൽ 6 മാസത്തിനപ്പുറം നിൽക്കാറില്ല. ചാടി നടക്കും. എന്തൊക്കെ ഉറച്ചു നിൽക്ക്. ഞാൻ ചേട്ടൻ ഇതുവരെ അങ്ങനെ ആരും ഉപയോഗിക്കാത്തൊരു സ്പേസ് ഉണ്ടല്ലോ. ഇപ്പൊ ശരീരമായാലും അല്ലെങ്കിൽ വില്ലനീസ് ആയാലും ഇത് യൂസ് ചെയ്യുന്നതിന് അപ്പുറത്തെ ആൾക്ക് സ്റ്റഫ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ എങ്ങനെ ഉപയോഗിക്കണം കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ട് ഇനിയുള്ള സെലക്ഷൻസിന് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാവോ? ഞാൻ എന്നോട് ഇതൊക്കെ പറഞ്ഞല്ലേ കഴിഞ്ഞ തവണ. നീ ഇങ്ങനെ ഇവനെ പോലെ ചോദിക്കരുത്. അവരെ വല്ലപ്പോഴും കാണുന്നതായിരിക്കും. നിന്നെ ഞാൻ അടുക്കള കാണുന്നില്ല. ഇപ്പൊ അവരെ ഏരിയ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ എന്നോട് ഞാൻ പറഞ്ഞ
കാര്യം മൂവി കൊണ്ടുള്ള സമയത്ത് നിനക്ക് എത്ര പൈസ കിട്ടി? എനിക്ക് അവിടുന്ന് കുറച്ച് കൂടുതൽ പൈസ കിട്ടി. ഇപ്പൊ നീ ഇപ്പുറത്തോട്ട് ചാടി. അതുകൊണ്ട് ഞാൻ നമ്മളൊക്കെ ഒരേ ഇതിൽ ഇഷ്ടം വേണോ ഇതിനുത്തരം? ഇപ്പൊ സെലിബോക്സിന്റെ ഒരാഴ്ച ചെറിയ ഇപ്പോഴും ചിത്രം പടത്തിലെ വിഷ്ണു വേണോ? വിഷ്ണു അപ്രീസിയേഷൻസിൽ മതി മറക്കുന്നുണ്ടോ? അല്ല, ഇത് വേറെ വേൾഡിലെ ഞങ്ങളുടെ വേൾഡിലെ കുറച്ച് കഥകളാണ്. അപ്രീസിയേഷനിൽ മതി മറക്കുന്നുണ്ടോ? ആര്? നീ. ഒരു മാസം മുന്നേ ആണ് നീ നമ്മള് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ നിന്നോട് ചോദിച്ചു നീ എത്ര ദിവസം? ഞാനിനി ഇവിടെ നനഞ്ഞാണ് നീ ഏഷ്യാനെറ്റില്. വിഷ്ണു ഒന്ന് നിർത്തും. ഇപ്പൊ ഉപയോഗിക്കുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഫേമസ് ആയ കാതലയില് ഒരു സീ വാട്ടർ അനിമലിനെ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പൊ പ്രേമക്കത്ത് പാട്ടിനകത്ത് ഒരു ആടിന്റെ കരച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു എലമെന്റ് ആയിട്ട്. സോ ഇപ്പൊ വളയിലായാലും പോലും അങ്ങനത്തെ സൗണ്ടുകൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ യൂസ് ചെയ്ത് ഇതിനു വേണ്ടി മാത്രം ഒരു സൗണ്ട് സ്കേപ്പിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടൈം, അങ്ങനെ ആറ് വേറെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സൗണ്ട് എലമെന്റ്സ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടൈം, അങ്ങനെ ഡിവോട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഞാനത് ആ സൗണ്ട് എലമെന്റ് മ്യൂസിക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വേൾഡ് ക്രിയേഷൻ ആണ്. അത് ഇപ്പൊ വള കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വളക്കകത്ത് വള വിസ്പർ ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ട് ഒരു ഫീമെയിൽ വോയിസിനെ കൊണ്ട് വിസ്പർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വള എവിടെയൊക്കെ നമ്മൾ കാണിക്കുന്നു, സോ ആ വള കാണുന്ന ആളെ അട്രാക്ട് ചെയ്യുന്ന ഒരു മിസ്റ്റിക് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം ചോയ്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പല പടങ്ങളിൽ, അങ്ങനെ ആവശ്യമുള്ള പടങ്ങളിൽ അങ്ങനെ അതൊരു സൗണ്ട് സ്കേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മ്യൂസിക്കൽ സ്പേസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി നമ്മുടെ സിനിമകളിൽ. അപ്പം സൈലൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞാനത് ഉപയോഗിച്ച് നോക്കാറുണ്ട്. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അതിന് കൂടുതൽ മ്യൂസിക്കിന്റെ ആവശ്യം വരാറില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ആലപ്പുഴ സമയത്ത് നമ്മളൊരു ബോക്സറിന്റെ ട്രെയിനറെ അത്യാവശ്യം നല്ല മസിലേക്ക് പഠിപ്പിച്ച് ആ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടാണ്. അതേപോലെ തന്നെ വളയിലേക്ക് വരുമ്പോഴും ലുക്ക് ചെയ്ത ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ ആ ഫൈറ്റ് കാണുന്ന സമയത്ത് അറിയാതെ കൈയടിച്ചു പോയി. അപ്പൊ ആ ഒരു ബോഡി ഞങ്ങൾ പറയുന്ന ആശ്ചര്യമാണ്. പക്ഷേ ഞാനും കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് കറക്റ്റ് ആണ്. നീ അല്ല, അത് പറയാതിരിക്കാൻ കൈയടി കൊടുക്കും. കൈയടിക്കല്ലേ? അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മൾ അടുത്ത സുഖിലൊക്കെ 1.5 വർഷമൊക്കെ പിടിച്ചിട്ടാണ് ചിലപ്പോൾ ട്രെയിൻ ചെയ്തിട്ടാണ് ചിലപ്പോൾ ക്യാരക്ടർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ പെട്ടെന്നാണ് ബാക്ക് ടു ബാക്ക് സിനിമകളും ലുക്കിന് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഞാനൊരു സിനിമയുടെ അത്യാവശ്യം സമയം ഉണ്ടാവാറുണ്ട് അടുത്ത സിനിമ വരാൻ. പക്ഷെ ഇത് യാദൃശികമായിട്ട് ഡേറ്റ് ഒക്കെ ഭയങ്കര പ്രശ്നമായപ്പോ നമ്മള് ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഈ സിനിമക്ക് വരേണ്ടി വരും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി വളരെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ടെൻഷൻ മുഹാഷിനും ഉണ്ടായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. ആ ലുക്ക് പറ്റില്ല, ആ ലുക്കിലും ഫേസ് ഒക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ക്യാരക്ടറിനകത്ത് ലുക്ക് ഇന്ന് രാവിലെ മുഹാഷിനിക്ക് മെസ്സേജ് ലുക്ക് എന്തൊക്കെ കഴിച്ചു, അവിടെ കുറച്ച് പഴം പുഴുങ്ങിയത് കുറച്ച് കൂടുതൽ കഴിക്കുക. ഈ വിരല് പൊട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി. അതല്ല, അതൊന്നും അല്ല. ഇതിന്റെ സിനിമ ഈ ക്യാരക്ടർ ആവാൻ വേണ്ടിക്ക് തോന്നുന്നത് ഡയറക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് നമ്മളിങ്ങനെ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യണം അങ്ങനൊന്നും ആലോചിക്കേണ്ട ഒരു ജോലി അല്ല തോന്നിട്ടുണ്ട് എനിക്ക്. ഹലോ ധ്യാൻ ചേട്ടാ, ഒരു ചോദ്യം ധ്യാൻ ചേട്ടൻ ചെന്നൈയിലെ എയർപോർട്ടിൽ വന്നപ്പോ ആ സാധാരണ ധ്യാൻ ചേട്ടനെ കാണുന്ന സമയത്തൊക്കെ മുണ്ടു ഷർട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കാണാറില്ല. ഒരു സാധാരണ ഒരു നടൻ നടന്നു പോകണമെന്ന് പറഞ്ഞ പോലെ. അപ്പോ നമ്മള് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കരിപ്പൂർ എയർപോർട്ടിൽ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഏതെങ്കിലും മുണ്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ധ്യാൻ ചേട്ടനെ കൂട്ടിയിട്ടുണ്ടോ? ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് വെച്ചു. ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോ ഈ പാന്റ് ഇട്ടിട്ടാ പോവാറ്. ആ ഭാഗത്ത് പോകുമ്പോ അല്ല, ജയറാമേട്ട ചെന്നൈ എയർപോർട്ടിൽ നമ്മളെ സാധാരണ ജയറാമേട്ട എപ്പോഴും ധ്യാൻ ചേട്ടനെ പോലെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് എപ്പോഴും പോകും. അപ്പൊ രാമരാജിന്റെ മുതലാളി ജയറാമേട്ട കണ്ടപ്പോ ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ ആരെങ്കിലും അങ്ങനെ ഒരു ധ്യാൻ ചേട്ടനോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ
അല്ല എനിക്കിപ്പോ ആവശ്യത്തിന് പരസ്യം ഉണ്ട്. ഇവിടെ എന്റെ ശത്രു ഇല്ലേ? അറിയോന്നോ? നമ്മളറിയോന്നോ? ധ്യാൻ ചേട്ടന് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂവർ ശ്രീനിവാസൻ സാറാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഈ സിനിമ ജെന്യൂൻ ആയിട്ട് അതെ അങ്ങനെ പറയാം. അപ്പം അദ്ദേഹം ഈ സിനിമ കാണുന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു, സിനിമയെ പറ്റി സംസാരിച്ചിരുന്നോ? ഇല്ല ഞാൻ കുറച്ച് ദിവസമായി വീട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ ഷൂട്ടിലായിരുന്നു പാലക്കാട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാസമായി, ഒരു 1.5 മാസമായി കണ്ടിട്ട്. ഓണത്തിനൊന്ന് കണ്ടു ജസ്റ്റ്. അതിനെ കുറിച്ച് സിനിമയൊന്നും ഞങ്ങൾ പൊതുവെ ഞങ്ങൾ ചർച്ചാ വിഷയമായി. പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ധ്യാൻ ചേട്ടൻ? ഇഷ്ടം പോലെ അല്ല അതിനൊന്നുമില്ല. പറഞ്ഞു ലുക്മാന്റെ കൂടെ അഭിനയിക്കണം ആഗ്രഹിച്ചിരുന്നു. അത് ഉറപ്പായിട്ട് ആഗ്രഹം വരാം. ആഗ്രഹം നമുക്ക് ഇഷ്ടമായിരുന്നു. ധ്യാൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആസ് എൻ ആക്ടർ. പിന്നെ കൂടെ അഭിനയിച്ചപ്പോ അല്ല അഭിനേതാവ് എന്നുള്ളത് എനിക്ക് ഇഷ്ടം തന്നെ. പക്ഷെ കൂടെ അഭിനയിച്ചപ്പോ വ്യക്തി എന്ന നിലയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് എപ്പോ എല്ലാ കാര്യത്തിനും എന്തിലൊക്കെ ചോദിച്ചാലൊക്കെ മറുപടിയൊക്കെ തരും. പിന്നെ ഞങ്ങൾ ഈ പടം നന്നായി വന്നപ്പോ എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് മൈ ബോയ് എന്നൊക്കെ നമ്മൾ ഹിറ്റ് അടിച്ചിരിക്കുന്നത്. അല്ല ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിക്കുന്ന മനുഷ്യനാ ആലോചിച്ചു. എല്ലാ പടവും ഹിറ്റാ അല്ലേ? അപ്പൊ ഇതും ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ എപ്പോഴും സിനിമ, നമ്മളൊക്കെ സിനിമ വരുന്ന സമയത്ത് താഴെ എഴുതി കാണുന്ന ഒരു, നേരത്തെ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലുക്കുവിന്റെ ഒരു ജേണി. അപ്പൊ അതിൽ അവൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ പിന്നെ പൊക്കി പറഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഇവിടെ കഴിവുള്ള കുറെ പേര് പുറത്തുണ്ട് അല്ലെ, ഒരുപാട് പേര് പുറത്തുണ്ട്. ഇവരെയൊക്കെ വന്നതിന് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം മലയാള സിനിമ. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ നിന്ന് വന്ന ഒരാളാണ് ലുക്ക്. മനസ്സിലായി? അത് ചെറിയ കാര്യമല്ല. ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് നെപ്പോട്ടിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാറ്റ് ബെയറേഴ്സ് ആയ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പലരുടെ മറ്റേ കൊടികൊത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് ലുക്കുവിനെ പോലെ ഒരാള് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത്. അപ്പൊ പണ്ട് ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നടന്മാരുടെ ഒക്കെ ഇതിനകത്ത് കമന്റ് ഇടും. ഏത് അല്ലടാ അവര് ഫോട്ടോന്റെ താഴെ എല്ലാം എന്തെങ്കിലും ഇടുമ്പോ താഴെ സൂപ്പർ അങ്ങനെ ലൈക്ക് കിട്ടിയിട്ടല്ലേ മെസ്സേജ് അയക്കുക. ഹാപ്പി ബർത്ത്ഡേ പറയും 12 മണിക്ക്. അപ്പൊ പെട്ടെന്ന് റിപ്ലൈ. അപ്പൊ അവിടുന്ന് ആലോചിച്ചു, അവിടുന്നൊക്കെ ശ്രദ്ധ പിടിച്ച് ആൾക്കാരെ സംസാരിച്ച് അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നിന്നുമാണ് ഇവരുടെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടുന്ന് അപ്പൊ എല്ലാരും പറയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളില്ല, നമ്മുടെ കൂടെ പുറത്ത് കഴിവുള്ള ഒരാൾ വന്നിട്ട് ഇന്നലെ ഹിറ്റടിച്ച് സിനിമ ഈ പറയുന്ന ആൾക്കാരെല്ലാം പോയി സിനിമ കാണുന്നുണ്ടോ? കണ്ടേ? കണ്ടു, കുറച്ചു ശാന്തിമാമനെ ഇപ്പൊ കാണുമ്പോ എന്റെ മനസ്സിലൂടെ ഓടുന്നത് മരുഭൂമിയിലെ മഴ. ഈ ലാലേട്ടന്റെ പിൻഗാമി എന്നുള്ള സിനിമയിലെ ഒരു താരാട്ട് പാട്ടാണ് വെണ്ണിലാവോ ചന്ദനമോ എന്നുള്ള പാട്ട്. അതുപോലെ ഒരുപാട് നല്ല ഡെപ്തുള്ള പാട്ടുകളിൽ സിനിമയുടെ ഒരു നിർണായക സമയത്ത് വരുന്ന നല്ല ഡെപ്തുള്ള പാട്ടുകൾ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അത്തരം പാട്ടുകൾ അഭിനയിക്കുമ്പോൾ, പ്രത്യേകിച്ച് നല്ല നല്ല പാട്ടുകൾ അഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ഒരു ഹിന്ദി സോങ് ഉണ്ട്, അത് യൂട്യൂബിൽ വളരെ വലിയ ഹിറ്റാണ്. വിജയരാഘവൻ സാറിന്റെ ഒപ്പമുള്ള ഗോവിന്ദ് വസന്തയുടെ ഒരു സോങ്. യെസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. ഈ മ്യൂസിക് വരുമ്പോ, പാട്ട് വരുമ്പോ ഇത്രത്തോളം മനോഹരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് മ്യൂസിക്കിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുള്ളത് കൊണ്ടാണോ? ഇല്ല, അഫ്കോഴ്സ് പാട്ട് എന്ന് പറയുന്നത് ചെറുതിലെ ഞാൻ 4 കൊല്ലം കർണാട്ടിക് മ്യൂസിക് പഠിച്ചതാണ് ഞാൻ. സോ നാച്ചുറലി ചെറുതിലെ മുതൽ എനിക്ക് മ്യൂസിക്കിനോട് വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ച് താല്പര്യം കൂടുതൽ ഡാൻസിനോട് ഉണ്ടായിരുന്നുകൊണ്ട്
എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡാൻസിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ അതിനുശേഷം കുറേ പാട്ടുകൾ എനിക്കത് ഹെൽപ്പ് ചെയ്തു ഞാൻ അഭിനയിക്കുമ്പോഴൊക്കെ. പക്ഷേ ആക്ച്വലി നമ്മൾ പാട്ടൊന്നും വെച്ചിട്ടല്ല ആ ഷോർട്സ് എടുത്തത്, പാട്ട് അതിന് ശേഷമാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഗോവിന്ദ് എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ടായിരിക്കും ആ പാട്ട് ഉണ്ടാക്കിയത്. ആ പാട്ട് ആക്ച്വലി ഒരു ഒപ്പന പാട്ട് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം നമ്മൾ കൺസീവ് ചെയ്തിരുന്നത്. അവിടെ പ്ലേ ചെയ്തിരുന്ന ഒപ്പന പാട്ടായിട്ടല്ലായിരുന്നു. പിന്നെ അതിന്റെ ഫുട്ടേജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഫുട്ടേജ് ആയിട്ട് തോന്നി. അപ്പൊ അത് ഒപ്പന പാട്ടിൽ ഒതുക്കാതെ ഒരു പ്രോപ്പർ സോങ് ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പിന്നെ അതൊരു ഹിന്ദി പാട്ടായി വരിക ചെയ്തു. വളരെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഇൻഫാക്ട് നമ്മൾ കുറെ വീഡിയോസും പിന്നെ കണ്ടു. ഒത്തിരി പേര് ദേ ഹാവ് ലൈക്ക് റിയൽ ലൈഫിൽ അവർ അതിന് ഉൾക്കൊണ്ട് ആ ഒരു നല്ല ഭംഗിയുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഹൗ ദേ റിയലി ആ മീനിങ് ഒക്കെ എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ. സോ സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഷോർട്സ് മോണ്ടാജ് കൊണ്ട് എടുത്തിട്ടേ ഉള്ളൂ ഡയറക്ടർ. ഞങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഈ മഴ ഉണ്ടാവും, ഇങ്ങനെ ഇറങ്ങണം, ഇങ്ങനെ അത്രയും സ്നേഹം ഉണ്ടായിരുന്ന ഉണ്ടാവുന്ന ഒരു കപ്പിളാണ്. സോ ആ ഒരു ദേവന മഴ കണ്ടിട്ടില്ലെങ്കിൽ കുറെ കാലമായി മറ്റു മരുഭൂമിയിലൊക്കെ വർക്ക് ചെയ്ത അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് മഴ വരുമ്പോ ഇങ്ങനെ കുടയൊക്കെ മാറ്റി അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ കുറെ എന്താ പറയാ ജസ്റ്റ് ഞങ്ങൾ ആസ് സീനിയർ ആക്ടേഴ്സ് എന്നാണോ എന്താണെന്നറിയില്ല, കുറെ ഒരു മോണ്ടാജ് പോലെ എടുത്ത സോങ് ആണ്. ബട്ട് അതർവൈസ് സോങ്സിൽ ഞാൻ ആദ്യ വസന്തമേ പോലത്തെ പാട്ടുകളൊക്കെ വരുമ്പോൾ വീണയൊക്കെ വായിക്കുമ്പോൾ അത് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു സീ ദാറ്റ് ആ ഒരു കറക്റ്റ് ഇതിൽ നമ്മൾ ഫിംഗേഴ്സ് മൂവ് ചെയ്യുന്നു. കാരണം ഹൈ ശ്രുതി വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിടാതെ ഇങ്ങോട്ട് നോക്കണം എന്നൊക്കെ. പക്ഷെ ചില സമയത്ത് അത് പടം വരുമ്പോൾ അത് വേറെ മ്യൂസിക്കായിരിക്കും ഇടുന്നത്, അപ്പോൾ തിരിഞ്ഞു പോകും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്. സോ മേ ബി ദാറ്റ് പ്രൊജക്ട്. വിഷ്ണു ബ്രോന്റെ ഒരു ഇന്റർവ്യൂല് മാം ഒരു പാട്ട് പാടി കേട്ടിരുന്നു, ഒരു ഹിന്ദി സോങ്, ഒരു പാട്ട് ഞാൻ ഈ അടുത്ത് കണ്ടതാണ്. ഒരു പാട്ട് പാടില്ലേ? അതെ മാം ഒരു അതെ 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 മാം ഒരു പാട്ട് പാടാമോ? ഒരു പാട്ട് ഈ പടത്തിൽ തന്നെ ഒരു പാട്ട് പാടാം, മറ്റേ ഹിന്ദി പാട്ട്. അല്ല ഈ പടത്തിൽ നല്ല എനിക്ക് ആ വേർഡിങ്സ് കറക്റ്റ് അറിയില്ല, പക്ഷേ ഐ തിങ്ക് ഹി ക്യാൻ സിംഗ്. മാം കൂടി ചേർന്നൊരു പാട്ട്. മാമ ഏതെങ്കിലും ഒരു പാട്ട് പാടോ? രണ്ടുപേരും അന്ന് പോഡ്കാസ്റ്റിൽ പാടിയ പാട്ടാണോ? അത് ഹിന്ദി പാട്ടാണ്. എല്ലാരും ചീത്ത വിളിക്കും ഹിന്ദി പാട്ട്. ഇല്ല പാടിക്കോ. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा ആക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് സിനിമാറ്റിക്കലി എലിവേറ്റ് ആവുന്ന മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ സ്ക്രിപ്റ്റിലല്ലാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇംപ്രോവൈസേഷൻ കൊണ്ടൊക്കെ. അപ്പോൾ പോപ്പുലർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്റ്റർ എന്നുള്ള പടത്തിന്റെ ഇന്റർവെല്ലില് വിജയുടെ ഡയലോഗ് പറയുന്നതിൽ അവിടെ വരുത്തിയൊരു മാറ്റമുണ്ട്. അത് ഭയങ്കരമായിട്ട് തിയേറ്ററിക്കലി വർക്ക് ആയിട്ടുണ്ട്. അപ്പം വിജയ് സേതുപതി ഓൾറെഡി സ്ക്രിപ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് എഴുതിയ കാരണം അങ്ങനെ ഒരു സെൻസും കൂടിയുണ്ട്. അപ്പം അങ്ങനെ ഒരു ആളുടെ കൂടെയാണല്ലോ ഇപ്പൊ ധ്യാൻ ചേട്ടൻ എന്നുള്ള രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമാറ്റിക് എലിവേറ്റ് ആയ മൊമെന്റുകൾ ഉണ്ടായിരുന്നു അവിടെ. നേരത്തെയൊക്കെ ധ്യാൻ സംസാരിക്കുമ്പോഴും ലുക്ക് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞു ഡയറക്ടർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്തിട്ടില്ല എന്നല്ല. ആക്ച്വലി ഇവരുടെ അടുത്ത് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ധ്യാൻ ഫസ്റ്റ് ഷോട്ട് വെക്കുന്നു, ധ്യാൻ സാധനം തരുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആവണം. എനിക്ക് വേണ്ടതിനേക്കാളും മുകളിലാണ് ധ്യാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി, ഞാൻ ഇതാണോ എനിക്ക് വേണ്ടത്? അപ്പോൾ ഞാൻ വീണ്ടും റീടേക്ക് എടുക്കുന്നു, പക്ഷേ ധ്യാൻ ഫസ്റ്റ് തന്നതായിരുന്നു എനിക്ക് വേണ്ടിയത്. അപ്പോൾ ധ്യാൻ പറയുന്നു ഞാൻ പറഞ്ഞതാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, പക്ഷെ എനിക്ക് ധ്യാൻ തന്നതാണ് ഈ സിനിമയിൽ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനോട് പോയി ചോദിച്ചതും ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും
എന്തിനാണ് ബ്രോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം ഞാൻ ഈ ഗോവിന്ദനോട് ഇതിനിടയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു ധ്യാനിന്റെ ഈ നെഗറ്റീവ് ഷെയ്ഡ് മാറിയിട്ട് ആളുകൾ ചോദിക്കേണ്ടത്. പ്രകാശൻ പറക്കട്ടെ എന്ന് പറയുന്ന ഒരു സീക്വൻസ് പടത്തിൽ ചെറിയ സീക്വൻസിൽ മാത്രമാണ് ചെറുതായിട്ടെങ്കിലും ധ്യാൻ ചേട്ടൻ വില്ലനിസം ഒക്കെ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇപ്പോൾ യൂട്യൂബ് സ്പേസിലായാലും എല്ലാ സ്ഥലത്തായാലും ഹാപ്പി ആയിട്ടേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഹാപ്പി സ്പേസ് ആണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു അപ്പോൾ വേറെ രീതിയിലൊരു കാര്യം വർക്ക്ഔട്ട് ആ ഐഡിയ എങ്ങനെ ക്രാക്ക് ആയത്? ഇല്ലടാ, അങ്ങനത്തെ ഒരാളിൽ നിന്ന് അങ്ങനെ ഇപ്പം ബേസിലിനെ കൊണ്ട് നമ്മൾ ഇമോഷൻ ചെയ്യിപ്പിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അഗ്രസീവ് ആയി കഴിഞ്ഞാൽ എത്രമാത്രം ഉണ്ടാവും, അത് തന്നെയുള്ളൂ അതിൻ്റെ ഒരു. ശാന്തികൃഷ്ണ മാമിനോട് ഒരു ചോദ്യമാണ്, ഇത് പൊതുസമൂഹത്തിൽ ചോദിക്കാമെന്ന് കരുതി. കാരണം ഇപ്പം നവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ. അപ്പം അവിടെ ചെന്ന മാധ്യമപ്രവർത്തകരും മലയാളികളും ഒക്കെ കാണുന്നത് അവിടുത്തെ ക്ഷേത്ര മണ്ഡപത്തില് മാമിന്റെ ഫോട്ടോ, ഡോക്ടർ വസുന്ധര ദേവി സൗത്ത് ഇന്ത്യൻ പ്ലേബാക്ക് സിംഗറിന്റെ പരിപാടി വൈകിട്ട് 7 മണിക്ക്. താല്പര്യമില്ലാതെ ഒട്ടും താല്പര്യമില്ലാതല്ല അഭിനയിച്ചത്, അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ല. ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യാന്നുള്ള എത്തിക്സ് ഉള്ളതുകൊണ്ടാണ് പണി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഇനി അഭിനയിക്കാൻ താല്പര്യമില്ല, പക്ഷെ ഇതുപോലെ കൺവിൻസ് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയില്ല. നാളത്തെ ഞങ്ങൾ പടം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് സാറ് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് കൊണ്ടും ഫീൽ ചെയ്യാം. ഒരു അത്യാവശ്യം സിനിമകളിലൊക്കെ ചെയ്തൊരു എക്സ്പീരിയൻസ്. ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട്, ഒരു 6-7 കൊല്ലം മുമ്പ്, 8-9 കൊല്ലം മുമ്പ്, സോളോ എന്ന് പറഞ്ഞ പടം ടീക്കിൽ. അത് ഞാൻ മ്യൂസിക് ചെയ്ത പടം തന്നെ. അത് ഇതുപോലെ ബിജോയ് ഈസ് വെരി ക്ലോസ് ഫ്രണ്ട് അങ്ങനെ അഭിനയിച്ചതാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് തോന്നിയില്ല. നല്ല പടത്തിന് നല്ല ഇതായിട്ട് വർക്കായി ആ സീനും തോന്നിയത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വളരെ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നെയാണ്. ഡിസൈൻ ചെയ്തത് ധന്യ എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂം ഡയറക്ടർ ധന്യാണ് വളരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രവിയോടാണ്. ഒരുപാട് പേർക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട് സിനിമകളിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് സ്വന്തം ശബ്ദത്തിൽ വളയിൽ അഭിനയിക്കുന്നത്. ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ ഫേമസ് ആയിട്ടുള്ള 1-2 ശബ്ദങ്ങൾ ഇമിറ്റേറ്റും കൂടി ചെയ്യാമോ? അതെല്ലാം കൊടുത്തതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മനസ്സിലുണ്ടായിരുന്നു? സത്യമായിട്ടും ഡയലോഗ്സ് എനിക്ക് അമ്മയ്ക്കുള്ള പ്രശ്നം, ഡയലോഗ്സ് അങ്ങനെ ഓർത്ത് വെക്കാറില്ല. അത് സീൻ കഴിഞ്ഞാൽ പിന്നെ അത് മറന്നാലേ അടുത്തതിലേക്ക് പോകാൻ പറ്റും. സോ നമ്മൾ ഒരു ദിവസത്തിലല്ലേ ഡബിങ് ചെയ്യാം. എനിക്ക് ഡബ് ചെയ്യുമ്പം എനിക്ക് ബോസിയും ഇടയ്ക്കിടയ്ക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഓർമ്മ വരുന്നത്, മറ്റേ ഡയലോഗ് ഓർമ്മ വരുന്നത്. സോ അങ്ങനെ കുറച്ച് കൺട്രോൾഡായിട്ട് ചെയ്യണം എന്നുള്ളൊരു കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ടാവും. കുറച്ച് ഡിഫിക്കൾട്ടാണ് അത് ആക്ച്വലി. കാരണം കുറേ ആൾക്കാർക്ക് ഡബ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വോയിസ് ചേരുന്നില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. സോ വിൽ ട്രൈ ടു ബാലൻസ്. അമ്മയുടെ ശബ്ദമായിട്ട് ഭയങ്കര സാമ്യം തോന്നുന്നുണ്ട്. അപ്പൊ അമ്മ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട് സ്വന്തമായിട്ട് അഭിനയിക്കുമ്പോൾ സൗണ്ടിൽ വരുത്തേണ്ട മൂല? അമ്മ എന്നെക്കാളും കൂടുതൽ അമ്മയ്ക്കാണ് പ്രശ്നം. അമ്മയ്ക്ക് ഡബ് ചെയ്യുമ്പോൾ തന്നെ കുറേ മലയാളം റിവ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ട് മറ്റേ ദുൽഖറിന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ കുക്കറമ്മ എന്നുള്ള ക്യാരക്ടർ, അയ്യോ എന്തിനായി പ്രായമുള്ള സ്ത്രീക്ക് കാവ്യ മാധവനെ ഡബ് ചെയ്യുന്ന ആള് ഡബ് ചെയ്തിട്ടില്ല. അമ്മയാണെന്ന് പീപ്പിൾ ഡിഡ്ന്റ് റിയലൈസ്. പിന്നെ വളരെ ലേറ്റ് ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കിയത് തന്നെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഇഷ്യൂ. ഇന്നലെ സിനിമ കണ്ടപ്പോൾ പോലും 1-2 ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു നയൻതാരയുടെ വോയിസ് പോലെ ഉണ്ടല്ലോ. പിന്നെ അവർ റിയലൈസ് ചെയ്യുന്ന ആക്ച്വലി ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് എ പ്ലസ് ആൻഡ് എ മൈനസ് സംടൈംസ്. ഞാൻ എന്താ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പ്രതീക്ഷ ഉണ്ട്. എനിക്ക് പ്രതീക്ഷയില്ലേ? അതിന് നിലക്ക് ഒന്നുമല്ല, എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അതേ പ്രതീക്ഷ നന്നായി വരട്ടെ. സമയമല്ലേ. അടുത്ത ആഴ്ച ഷെയ്ൻ്റെ പടമുണ്ട്. അവൻ എനിക്ക് ഇതിനെ പോലെയാണ്. അപ്പൊ മൾട്ടി അതും കാണണം. എല്ലാം സിനിമകൾ നന്നാവട്ടെ. ശീതൾ സിനിമയില് ഒരു നായികയായിട്ട് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ടൈറ്റ് കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ്. നായികമാരുടെ എണ്ണത്തിൽ ഓരോ സിനിമയിലും പുതിയ പുതിയ നായികമാരാണ്. ഒരു നായികയ്ക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റോള് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ധ്യാൻ ചേട്ടനെ പോലെയൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് എല്ലാ സിനിമയിലും കാസ്റ്റ് ചെയ്യൊന്നുമില്ല. അപ്പോൾ എത്രത്തോളം ഇൻസെക്യൂർ ആണ് ഈ ഒരു ഫീൽഡ്? അപ്പൊ ഈ ഒരു ഫീൽഡിൽ ഇൻസെക്യൂരിറ്റി വന്നാൽ വേറെ ഏതെങ്കിലും ഫീൽഡ് നോക്കി വെച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം.
കുറേ യൂട്യൂബ് ചാനലില്ലേ, അപ്പൊ കുറേ യൂട്യൂബ് ചാനലുണ്ട്, കുറേ വീഡിയോ ഇല്ലേ, അതുപോലെ ഇവർക്കൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എനിക്ക് ആ ഇൻസെക്യൂരിറ്റി ഇല്ല, കാരണം ഞാൻ അതിൽ കൂടുതൽ ഓഡിഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇൻസെക്യൂർഡ് ആവേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി എൻ്റെ വർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് പടം കിട്ടും. അതിപ്പം ഞാൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ അതിനുള്ള ടാലന്റ് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ പടം കിട്ടുന്നത്. സോ ആ ടാലന്റ് എനിക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ആ പടം കിട്ടുന്ന ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻസെക്യൂർഡ് അല്ല. പ്രിയപ്പെട്ട മാധ്യമ ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ. കൊച്ചിയിലെ സീനം തിയേറ്റർ 9:30 ഷോ കുറച്ച് ടിക്കറ്റും കൂടി എടുത്താൽ അതും കൂടി ഫാസ്റ്റ് ഫില്ലിംഗ് ആകും. ബാക്കി കേരളത്തിലെ ഏകദേശം എല്ലാ തിയേറ്ററും വളരെ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. കൊച്ചി കംപ്ലീറ്റ് ഓറഞ്ച് കളർ ഹൗസുള്ളതായത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്, ഒപ്പം പ്രേക്ഷകർ തരുന്ന സപ്പോർട്ടാണ്. ഞാൻ കേരളം കംപ്ലീറ്റ് ഓറഞ്ച് അലേർട്ട് ആയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? ഈ കാണാത്തവരോട് എന്താണ് പറയാനുള്ളത്? ഇതും കൂടി കേട്ടോ ഭയങ്കര സന്തോഷം തോന്നുന്നു. നാളെ ഇതേപോലെ ഹൗസ്ഫുൾ ആവട്ടെ, ഓറഞ്ച് കളറായിട്ട് ആവട്ടെ. പാർട്ട് 2 എന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഓരോ പ്രേക്ഷകരെ ആവശ്യമാണ്, മാധ്യമ പ്രവർത്തകരെ ആവശ്യമാണ്. നിങ്ങൾ തരുന്ന വിജയം തന്നെയാണ് വളയുടെ വിജയം. അപ്പം വളയുടെ ഈ സക്സസ് പ്രസ് മീറ്റിൽ സഹകരിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി. ഒപ്പം നമ്മുടെ ആർട്ടിസ്റ്റും ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഭയങ്കര ടഫ് ചോദ്യമാണ്. ഒന്ന് ഇപ്പം മോഹൻലാലാണോ മമ്മൂട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് ആ ചോദ്യം. എനി ഡേ മെസ്സിയാണ് ഗവൺമെന്റ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും കഴിവില്ലാത്ത ഒരു ഗോഡ് ഗിഫ്റ്റഡ് ആണ് മെസ്സി എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ക്രിസ്ത്യാനോ അങ്ങനെ ഗിഫ്റ്റഡ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട്, ട്രെയിൻഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനോ ആണ് ഏറ്റവും എനിക്ക് നെയ്മറാണ് ഇഷ്ടം. ലമീൻ യമാൽ അങ്ങനെ ഒരു ത്രോട്ട് ആരാണ് ഇല്ലേ? ലുക്ക് ഒരു ഹാർഡ് കോർ നെയ്മർ ഫാൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മെസ്സിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു എൻ്റെയും മൂസിം പരാരിയുടെയും ഒക്കെ ഒരു പക വീട്ടിലും കൂടെയാണ്. അല്ലെ ഓൾറെഡി ഫാൻ ഫൈറ്റ് ഉള്ളതുകൊണ്ടേ ആര് തോൽക്കുന്നു എന്നൊരു ചിന്ത ആൾക്കാരിൽ വരുമല്ലോ. ഇല്ല, ആരും തോൽക്കുന്നില്ലല്ലോ അവിടെ. ഒരാൾ വീണ് കഴിഞ്ഞാൽ അല്ലെ ഇടി കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ റൊണാൾഡോ. ആർട്ട് ചെയ്താണ് അതിന് മോൾഡ് ചെയ്തൊക്കെ ആരാണ്? നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ, ആർട്ട് ഡയറക്ടർ ഹർഷദ് നക്കൂത്ത്. സിനിമയുടെ പല മേഖലകളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം അതിനുള്ള ഉത്തരം ദയവ് ചെയ്ത് നിങ്ങൾ മാറ്റുക. നമുക്ക് ഈ പ്രസ് മീറ്റ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ സഹകരിച്ച